നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേക മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് എയർപോർട്ട് അധികൃതർ. ഇന്നു മുതൽ വിമാനത്താവളത്തിൽ കനത്ത തിരക്ക് അനുഭവപ്പെടുമെന്നാണ് മുന്നറിയിപ്പ്. ഇക്കാരണത്താൽ യാത്രക്കാർ തങ്ങളുടെ വിമാനം പുറപ്പെടുന്നതിന് 3 മണിക്കൂർ മുൻപ് വിമാനത്താവളത്തിലെത്താൻ ശ്രമിക്കണമെന്നാണ് അധികൃതർ ആവശ്യപ്പെടുന്നത്. ആദ്യമായി GCCയിൽ അരങ്ങേറുന്ന ഫുട്ബോൾ ലോകകപ്പ്, UAE ദേശീയദിന വാരാന്ത്യം, വരാനിരിക്കുന്ന ഉത്സവ സീസൺ എന്നിവയെല്ലാം ദുബായ് വിമാനത്താവളത്തിൽ തിരക്ക് വർദ്ധിക്കാൻ കാരണമാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ദുബായ് വിമാനത്താവളത്തിലൂടെയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ ഒരു കുതിച്ചുചാട്ടം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ലോകകപ്പ് സമയത്ത് ദുബായിൽ നിന്ന് ഖത്തറിലേക്ക് പ്രത്യേക ഷട്ടിൽ സർവീസുകളാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രധാന വിമാന കമ്പനികളെല്ലാം തന്നെ ദിവസേന സർവീസ് നടത്തുന്നുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി ലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകർ ദുബായ് നഗരത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ലോകകപ്പിനോടനുബന്ധിച്ച് വെറും 100 ദിർഹത്തിന്, അതായത് 2252.65 ഇന്ത്യൻ രൂപയ്ക്ക് 90 ദിവസ കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ ദുബായ് അനുവദിച്ചിരുന്നു. 90 ദിവസത്തിന് ശേഷം വിസ വീണ്ടും പുതുക്കാൻ കഴിയുമെന്നും അധികൃതർ അറിയിച്ചു. ഇതോടെ ഖത്തറിലേക്ക് പറക്കുന്ന ഫുട്ബോൾ ആരാധകർക്ക് കുറഞ്ഞ ചെലവിൽ UAE സന്ദർശിക്കാൻ കഴിയും. ലോകകപ്പിന് എത്തുന്നവരിൽ നല്ലൊരു ശതമാനവും ദുബായിലായിരിക്കും താമസിക്കുന്നത്. ദുബായിൽ നിന്ന് 45 മിനിറ്റിനുള്ളിൽ ഖത്തറിൽ പറന്നെത്താൻ കഴിയും. മാത്രമല്ല, കോവിഡ് നിയന്ത്രണങ്ങളിൽ അയവ് വന്നതോടെ വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ ഉണർവേകിക്കൊണ്ട് രാജ്യത്തേക്ക് സന്ദർശകരുടെ കുത്തൊഴുക്ക് തുടരുകയാണ്. 2022 ഇതുവരെ 10.12 മില്യൺ സന്ദർശകർ ദുബായിൽ എത്തിയത്. ഇവരിൽ 10% ആളുകൾ ഇന്ത്യയിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. മുൻ വർഷത്തേക്കാൾ 3 ഇരട്ടി ആളുകളാണ് ഈ വർഷം ഒക്ടോബർ വരെ ദുബായ് സന്ദർശിച്ചത്. സന്ദർശകരുടെ എണ്ണത്തിൽ 162.8% വളർച്ചയുണ്ടായെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് ഏറ്റവും അധികം ആളുകൾ ദുബായ് സന്ദർശിച്ചത്. 20 ലക്ഷം ആളുകളാണ് ഈ മാസങ്ങളിൽ എത്തിയത്. കോവിഡ് മഹാമാരിക്ക് മുൻപ് 2012 12.08 ദശലക്ഷം പേരാണ് ദുബായിൽ എത്തിയത്. ഇന്ത്യയിൽ നിന്നും 10.12 മില്യൺ സന്ദർശകർ എത്തിയപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് 9,07,000, UK-യിൽ നിന്ന് 7,20,000, റഷ്യയിൽ നിന്ന് 4,54,000, US-ൽ നിന്ന് 3,91,000, പാകിസ്ഥാനിൽ നിന്ന് 2,79,000, ഫ്രാൻസിൽ നിന്ന് 2,69,000, ജർമ്മനിയിൽ നിന്ന് 2,68,000, ഇറാനിൽ നിന്ന് 2,47,000 എന്നിങ്ങനെയാണ് രാജ്യം സന്ദർശിച്ചവരുടെ കണക്കുകൾ. 2019 അപേക്ഷിച്ച് ഒമാൻ, റഷ്യ പൗരന്മാർ കൂടുതലായി ദുബായ് പര്യടനം നടത്തുന്നുണ്ട്. ഒമാനിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർഷം തോറും വർധനവുണ്ടാകുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ അയവ് വന്നതോടെ ഇന്ത്യ, ഫ്രാൻസ്, ഇറാൻ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർ ദുബായിലേക്ക് എത്തുന്നുണ്ട്. കോവിഡ് വ്യാപനം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് ഇന്ത്യ, ഫ്രാൻസ്, ഇറാൻ രാജ്യങ്ങളിൽ നിന്ന് ദുബായിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.